ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ വയനാട്ടിൽ ഇക്കുറി മത്സരം പൊടിപാറുമെന്ന് ഉറപ്പ്. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയും മത്സരിക്കുന്നതിലൂടെ വയനാട് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ കൂടി എത്തുന്നത്. വയനാട് മണ്ഡലത്തിൽ ഇക്കുറി രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് 3 മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവരുടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചതോടെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കില്ലെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും ബി.ജെ.പി. കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. 2019 കേരള ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ 4.31 ലക്ഷം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറാണ് അന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയത്. NDAക്ക് വേണ്ടി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് NDA വോട്ടുകൾ പകുതി പോലും നേടാനും കഴിഞ്ഞില്ല. എന്നാൽ ഇക്കുറി 3 മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇക്കുറി വയനാട്ടിലെ തണുപ്പിന് ചൂട് പകർന്നിരിക്കുകയാണ്. CPI നേതാവായ ആനി രാജയ്ക്ക് LDF വോട്ടുകൾ നേടാനായാൽ UDFന് കനത്ത വെല്ലുവിളിയാകും. എന്നാൽ LDF വോട്ടുകളിലും BJP വോട്ടുകളിലും രാഹുൽ ഗാന്ധി വിള്ളൽ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് UDF കണക്ക് കൂട്ടുന്നത്. 2014 രശ്മിൽ നാഥ് നേടിയ 85,000 മറികടന്ന് വൻ മുന്നേറ്റമാണ് BJP കെ സുരേന്ദ്രനിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇക്കുറി വയനാട്ടിൽ മത്സരം 2019 പോലെ അത്ര എളുപ്പമാകില്ല. പകരം കടുപ്പമേറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.